ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഹാസിമിനെ ഒന്ന് പ്ലേ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം പാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ലഞ്ച് ബോക്സിലും പാസ്തയൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കുറച്ച് ബ്രൊക്കോളി ഫ്രൈ ആക്കിയതും അതേപോലെ മുട്ട ബുൾസയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഹാസിമിൻ്റെ തെറാപ്പിയും രാവിലെ കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 12 മണിയോടുകൂടി ആണ് കേട്ടോ ആൾക്ക് പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നത്. അങ്ങനെ ആളെ രാവിലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. കുറച്ചൊന്ന് നടക്കാനുണ്ട്. ഹാസിമ് വീട്ടിൽ നിന്ന് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കും. എന്നാലും ആൾക്ക് എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊടുത്തയക്കണം. 4 മണിക്കൂറാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തയക്കും. അങ്ങനെ ഹാസിമ് പോയി കഴിഞ്ഞ് വീട്ടിൽ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ആലോചനയിലായിരുന്നു കേട്ടോ. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവസാനം കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിയലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം വേഗം തന്നെ അതേ കട്ട് ചെയ്തെടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഒന്ന് ഒതുക്കി അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് തൈരൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് അവിയൽ ഉണ്ടാക്കിയിട്ട്. അവിയൽ ഉണ്ടാക്കാനുള്ളൊരു പ്രധാന ബുദ്ധിമുട്ട് വെജിറ്റബിൾസ് അരിയാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. നല്ല നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ അതൊരു പണി തന്നെയാണ്. കായൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വെന്ത് തേങ്ങയും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് തൈരും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇന്ന് കറി വേറെ ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചയ്ക്ക് ലഞ്ചിന് ഉണ്ടായിരുന്നില്ല. ആൾക്ക് ഫുഡ് കൊണ്ടുപോകലാണല്ലോ. അപ്പോൾ ആൾ ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിള്ളേർക്ക് അവിയലും പിന്നെ തലേ ദിവസം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്തതും ഒക്കെ ആയിട്ടാണ് ഫുഡ് കൊടുത്തേട്ടോ. ഇവിടെ പിള്ളേർ ഓരോരുത്തരും ഓരോ സമയത്താണ് കേട്ടോ വരുന്നത്. ഹാറൂനാണ് ആദ്യം വരുന്ന ആൾ. 2:30 കഴിയുമ്പോൾ എത്തും. പിന്നെ ഹംദാൻ വരാത്ത 3:45 ആ ഒരു സമയത്ത് വരുമ്പോൾ എല്ലാവരും ഊണ് കഴിക്കും കേട്ടോ. ഹാസിമാണ് ഏറ്റവും ലേറ്റായിട്ട്. ഞാൻ ഉച്ച സമയത്തല്ല അവനെ ആക്കുന്നത്. അപ്പോൾ ഒരു 5 മണി സമയമൊക്കെ ആകുമ്പോഴാണ് അവൻ പ്ലേ സ്കൂളിൽ നിന്ന് വരുന്നത്. നമ്മൾ ആക്കുന്ന അനുസരിച്ചാണ് ടൈമിംഗ് എങ്കിലും കൂടുതലും ഞാനൊരു 11:30-12 മണി സമയത്താണ് കേട്ടോ പ്ലേ സ്കൂളിൽ ആക്കാറ്. ആ ഒരു സമയത്താണ് എനിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വന്നു കഴിഞ്ഞ് ലഞ്ച് കൊടുക്കലും ഒക്കെ ആകുമ്പോൾ ഒന്നും പണി തീരലില്ല കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളും ഇങ്ങനെ 5 മണി വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരുത്തർ വരണതനുസരിച്ച്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പകലൊട്ടും സമയമില്ല കേട്ടോ. രാവിലെ ഒരു 5:30 മണിക്കാണ് സുബഹിയുടെ സമയം. അതേപോലെ ഒരു 7:15 ഇശാ ബാങ്കും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് പെട്ടെന്ന് കഴിയും. രാവിലെ ഒന്നിനും സമയവും തികയാറില്ല. രാത്രി ഒരുപാടുള്ളതുപോലെ തോന്നുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പകലെന്നുള്ളത് ഒരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഹാസിമിന് തെറാപ്പിയും പ്ലേ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി ആക്കി കൊണ്ടുവരിക എന്നുള്ളത് നല്ലൊരു പണി തന്നെയാണ്. അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങളും കൂടി ആകുമ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ്. അങ്ങനെ ഹാസിമിന് എത്ര വൈകിയാണെങ്കിലും വന്നു കഴിയുമ്പോൾ ഞാനൊന്ന് ചോറ് കൊടുക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. ഇനിയുള്ളത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്രോൺസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് ചില സമയത്തൊരു ബാധ കയറുന്ന പോലെയാണ് കേട്ടോ. എന്തെങ്കിലും റെസിപ്പി കണ്ടു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര സമാധാനക്കേടാണ്. അപ്പോൾ പ്രോൺസ് വെച്ചിട്ടൊരു മജ്ബൂസ് ആക്കാമെന്നും പറഞ്ഞിട്ട് ആൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തെ ലഞ്ച് റെസിപ്പിയാണിത്. ആൾ ഈ ഇളക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കട്ടിങ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാം എൻ്റെ തലയിലാണ്. ആൾ ഷെഫ് പിള്ളയും ഞാൻ അസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പോൾ സംഭവങ്ങളെല്ലാം കട്ട് ചെയ്ത് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ടെല്ലാം വഴറ്റി അതിലേക്ക് റൈസ് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസ് വേവിച്ചപ്പോൾ കുറച്ച് പ്രോൺസ് ഫ്രൈ ചെയ്തതും കൂടി ചെറുതായിട്ട് പീസാക്കി ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ പ്രോൺസ് വേവിച്ചെടുത്തപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, പച്ചമുളകൊക്കെ ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ച് സ്പൈസി കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ മക്കൾക്കൊട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു റൈസ് ഇവിടെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്തു. പക്ഷേ സ്പൈസി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. സംഭവം അടിപൊളിയാണ്. എന്തുണ്ടാക്കിയാലും പറയാതിരിക്കാൻ വയ്യ, ടേസ്റ്റ് അടിപൊളിയാണ്. പക്ഷേ കുറച്ച് എരിവായതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കൊടുക്കാനും ഞങ്ങളിത് കഴിച്ച് തീർക്കാനൊക്കെ ഒരു 3 ദിവസത്തോളം എടുത്തു. ഈ ഒരു നേരം കഴിച്ചാൽ പിന്നെ ഈ ഒരു സംഭവം തിരിഞ്ഞിട്ട് നോക്കില്ല. പിന്നെ ഞാനിത് തീർക്കേണ്ട ഉത്തരവാദിത്തം അത് എൻ്റെയാണ്. ഇക്കാക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. പിള്ളേർക്ക് 2-3 നേരമായിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഫുഡ് ഇങ്ങനെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യൽ.
പിന്നെ ഇത് സൺഡേ ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് സ്കൂളിലും കൊടുത്തേക്കാലോ എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഹാസിമിന് ചെറിയ രീതിയിലുള്ളൊരു പനിയും കാര്യങ്ങളൊക്കെ അതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആളിത് തെറാപ്പിക്കൊക്കെ പോയി വന്ന് ആ ഒരു സമയം തുടങ്ങി കിടപ്പാണ് കേട്ടോ. അങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളൊന്നും ഉഷാറായി. മെഡിസിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ ചാടി എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ പോകുന്നത് അജ്മാനിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ക്യാറ്റിൻ്റെ ഷോ നടക്കുന്നുണ്ടെന്ന് കുറേ റീൽസിൽ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്യാറ്റ് ഫാൻസ് ആണല്ലോ. ഞങ്ങളെല്ലാവരും പൂച്ചേനെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് മക്കൾക്ക്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഡയറക്റ്റ് ഫീഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റീൽസ് കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെന്ന കറക്റ്റ് സമയത്ത് മഗ്‌രിബാണ് കേട്ടോ. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എൻട്രി ഒരാൾക്ക് 15 എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പിന്നെ അതേ അകത്തേക്ക് വന്നു. ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ വലിയ ആളൊന്നുമില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേനും നല്ലതായിട്ട് റഷായിട്ടുണ്ടായിരുന്നു. നല്ല പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വലിയ ക്യാറ്റ്സിനെ നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. എന്തായാലും ഹാസിബ് നന്നായിട്ട് എൻജോയ് ചെയ്തു. മെഡിസിൻ കൊടുത്തുകൊണ്ട് തന്നെ ആൾ ഡബിൾ ഓക്കെ ആയിട്ട് അങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി മെഡിസിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ആൾ ഇത് ടയേർഡാവാൻ തുടങ്ങി. പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ ഒട്ടും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പോയിട്ട് തൊടാൻ പോലും ആൾ സമ്മതിക്കില്ല. റോഡ് ക്രോസ് ചെയ്യാൻ പോലും കൈമ പിടിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. ആ ഒരാൾ എന്നോട് എടുക്കാൻ വേണ്ടി പറഞ്ഞതേ ബഹളമായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നു. അങ്ങനെ ക്യാറ്റ്സിനെയൊക്കെ കണ്ടു. പിന്നെ ഫീഡ് ചെയ്യാനുള്ള ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡിൻ്റെ ഏരിയയിലേക്ക് വന്നതാണ്. പിള്ളേർക്ക് ലുക്കീമാത്ത് മതി എന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. അങ്ങനെ അത് വൈറ്റ് ചോക്ലേറ്റും പിന്നെ ന്യൂട്ടല്ലയിൽ ഡിപ്പ് ചെയ്തതും പിന്നെ പിസ്താഷ്യോയിലൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള പല പല ഫ്ലേവറുകൾ ഒരുമിച്ചിട്ട് അങ്ങനെ വാങ്ങിയിട്ടാണ്. അങ്ങനെ പിള്ളേരൊക്കെ കഴിച്ചു. ഹാസിമും കഴിച്ചു. ആൾ നന്നായിട്ട് തന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു സ്പേസ് കുറേ സെയിലിന് കുറേ സംഭവങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. റേറ്റ് കൂടിയ ടൈപ്പും കുറഞ്ഞ ടൈപ്പും ഒക്കെ ഉണ്ട്. നന്നായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല തിരക്കും ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ദേ വാങ്ങി പാക്ക് ചെയ്ത് അങ്ങനെ ഒരു 10 മണിയോടുകൂടി നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ജ്വല്ലറി ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നോക്കിയിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഒരുപാട് റേറ്റൊന്നും ഇല്ലാത്ത കുറേ ഐറ്റംസൊക്കെ കണ്ടു. പക്ഷെ വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അവന് വയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ദേ പിള്ളേരുടെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും കണ്ടു. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കയറണം. അങ്ങനെ ഹംദാനും എന്നെ നിർബന്ധിച്ചിട്ട്, അവന് എപ്പോഴും ഉള്ളതാണ് കേട്ടോ, എന്തെങ്കിലും അഡ്വഞ്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ നിർബന്ധിച്ച് കയറ്റും. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേടിക്കണ റൈഡുകളൊന്നും കണ്ടില്ല. അങ്ങനെ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇവൻ്റെ കൂടെ ഇതിലാണ് കേട്ടോ ഞങ്ങൾ 3 പേരും കൂടി കയറിയത്. കണ്ടപ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ പേടിക്കാനുണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടല്ലോ, നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു സംഭവമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വലിയൊരു പൊട്ടറ്റോ ആയിരിക്കും. അത് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് മസാലകളൊക്കെ വെച്ചിട്ട് അവർ ബേക്ക് ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ കാണുന്ന ഒരു നോർമൽ പൊട്ടറ്റോ അല്ല, അത്യാവശ്യം വലിയ സൈസായിരിക്കും. അപ്പോൾ അത് 2 എണ്ണമൊക്കെ വാങ്ങി കഴിച്ചു. അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഡിന്നറും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഗ് ബുൾസയും ദോശയൊക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഹംദാനും ഹാറൂനൊക്കെ പോയിട്ടുണ്ട്. അവർക്ക് ആ ഒരു പ്രോൺസ് മന്തി തന്നെയാണ് കേട്ടോ കൊടുത്തയച്ചത്. എന്താവും അറിയില്ല. എന്തായാലും വരുമ്പോൾ ഹാറൂൻ്റെ വക ഒരു ബഹളം ഉറപ്പാണ്. കാരണം ആൾക്ക് സ്പൈസി ആയിട്ടുള്ളത് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ തന്നു വിട്ടേന്നും ചോദിച്ചിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും അത് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കൊടുത്തയച്ചു. ഞാനിതുവരെ ജിമ്മിൽ പോകണോ സൂംബക്ക് പോകണോ എന്നുള്ളൊരു കൺഫർമേഷൻ ആവാത്തതുകൊണ്ട് എവിടെയും അങ്ങനെ പോയി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ഈ ഹാസിമിന് പനിയായതുകൊണ്ട് പിന്നെ തെറാപ്പി കാര്യങ്ങൾക്കൊന്നും വിടണ്ടെന്ന് വിചാരിച്ചു. ഹാസിമിന് അൽഹംദുലില്ലാ ഒരു തെറാപ്പി സെൻറ്ററും അതേപോലെ തന്നെ പ്ലേ സ്കൂളൊക്കെ സെറ്റായിട്ടുണ്ട്. അവനെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ആ ഒരു പ്രോൺസ് മന്തി ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് അതങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല.
പക്ഷേ അത് തീരാതെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു വാശിയിലുമാണ്. അങ്ങനെ അവസാനം വൈകുന്നേരം കുറച്ച് ബർഗറും അതേപോലെ ഫലൂദയൊക്കെ ഓർഡർ ചെയ്ത് നമ്മളങ്ങനെ പാർക്കിൽ വന്നിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഹംദാൻ എന്തായാലും ട്യൂഷനൊക്കെ പോയി വന്നേക്കണോണ്ട് ആൾ വീട്ടിലിരുന്ന് കഴിച്ചോളാമെന്നും പറഞ്ഞ് ഞാനും ഹാസിമും ഹാറൂനും കൂടി അങ്ങനെ പാർക്കിലേക്ക് വന്നതാണ്. കുഞ്ഞിന് വയ്യെങ്കിലും കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ. കുറേ നേരം വീടിൻ്റെ അകത്ത് തന്നെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കുറച്ച് നേരം ഒന്ന് പുറത്ത് വന്നിരുന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ബാങ്കും കൊടുത്തിട്ടാണ്. ബാങ്ക് ഇപ്പോൾ നേരത്തെ തന്നെയാണ്, 5:45 ആ ഒരു സമയത്താണ്. അങ്ങനെ എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയൊന്നും കഴിച്ചില്ല. ബാക്കിയുള്ളത് അങ്ങനെ റീപാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി. പള്ളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹാസിമ് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നേരെ റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ രാത്രി വന്നപ്പോൾ നമുക്കത് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഡിന്നറിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തുനിന്ന് വസിക്ക കഴിഞ്ഞ ദിവസം അവിടുത്തെ ലോഡഡ് ഫ്രൈസ് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. പക്ഷേ അതേപോലെ തന്നെ ഭയങ്കര റേറ്റും കുറവാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇട്ടിട്ടാണ് കേട്ടോ കഴിച്ചത്. ആകെ ഒരു ലോഡഡ് ഫ്രൈസേ ഉണ്ടായിരുന്നുള്ളൂ. ടോക്കീസ് എന്താണ് കേട്ടോ ഈ ഒരു ഷോപ്പിൻ്റെ പേര്, ഷാർജയിലാണ്. അങ്ങനെ അവിടെ ചെന്ന് ബീഫിൻ്റെ ഒരു ലോഡഡ് ഫ്രൈസ്, ചിക്കൻ്റെ ഒരു ലോഡഡ് ഫ്രൈസ്, അതേപോലെ നഗറ്റ്സിൻ്റെ ഒരു മിക്സ് ഉണ്ടായിരുന്നു. അത് നല്ല സ്പൈസിയാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എത്ര സ്പൈസി ആണെങ്കിലും നമുക്ക് നിർത്താനേ തോന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. അങ്ങനെ നല്ല വെർത്താണ് കേട്ടോ. റേറ്റ് ആണെങ്കിലും ഭയങ്കര കുറവാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബീഫിനേക്കാളും കുറച്ചും കൂടി നല്ലത് ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.